പ്രഖ്യാപനം മുതൽ ഏറെ ആകാംക്ഷയുണ്ടാക്കിയ സിനിമയാണ് തഗ് ലൈഫ്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ കമൽ ഹാസൻ നീണ്ട 37 വർഷങ്ങൾക്കിപ്പുറം നായകനാകുന്ന ചിത്രം എന്നതാണ് പ്രേക്ഷകരിൽ ഈ ചിത്രം ആവേശകരമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രേക്ഷകരിൽ ആവേശമുണ്ടാക്കുന്നുണ്ട്. ജയം രവി, തൃഷ, ദുൽഖർ സൽമാൻ, അഭിരാമി, നാസർ എന്നിങ്ങനെ വലിയ താരനിരയായിരുന്നു ആദ്യം ചിത്രത്തിനായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിൽ മാറ്റം വരികയായിരുന്നു. ഡേറ്റ് പ്രശ്നത്തെ തുടർന്ന് ദുൽഖറും ജയം രവിയും ചിത്രത്തിൽ നിന്ന് പിന്മാറിയതായി വാർത്തകൾ പുറത്തുവന്നു. പുതിയ അപ്ഡേഷനുകളിൽ ദുൽഖറും ജയം രവിയും ഇല്ലാതിരുന്നതോടെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ദുൽഖർ ഉപേക്ഷിച്ചു പോയ ആ റോളിൽ ചിമ്പു ആയിരിക്കും എത്തുക എന്ന് നേരത്തെ അനൗദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ പുറത്തെത്തിയിരുന്നു. ഇതോടെ പ്രേക്ഷകർക്ക് ആകാംക്ഷയും കൂടി. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഡൽഹി ലൊക്കേഷനിൽ നിന്നുള്ള ചിമ്പുവിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറക്കാർ. രാജ്കമൽ ഫിലിംസ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് ഈ കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് നടന്നിരിക്കുന്നത്. ബോർഡർ പെട്രോൾ എന്ന് എഴുതിയിരിക്കുന്ന ഒരു SUVയിൽ തോക്കുമായി ഡ്രൈവിംഗ് സീറ്റിലാണ് ചിമ്പുവിനെ മണിരത്നം അവതരിപ്പിച്ചിരിക്കുന്നത്. മുടി നീട്ടി ചെറിയ താടിയൊക്കെ വെച്ചായിരുന്നു കഥാപാത്രത്തിനായുള്ള ചിമ്പുവിന്റെ ഗെറ്റപ്പ്. ആക്ഷന് പ്രാധാന്യമുള്ള ഗാങ്സ്റ്റർ ഡ്രാമ ചിത്രമായിരിക്കും തഗ് ലൈഫ് എന്നാണ് സൂചന ലഭിക്കുന്നത്. അതേസമയം തന്നെ ജയം രവി ഉപേക്ഷിച്ച റോളിലേക്ക് ആര് വരും എന്ന ചർച്ചകളിൽ പുതിയ ഉത്തരം അശോക് സെൽവൻ എന്നാണ്. കഴിഞ്ഞ വർഷത്തെ അത്ഭുത ഹിറ്റായ പോർതൊഴിൽ അടക്കം ഉള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അശോകിന്റെ അവസാനമിറങ്ങിയ ചിത്രം ബ്ലൂ സ്റ്റാർ ആണ്. ഉടൻ തന്നെ അശോക് സെൽവൻ തഗ് ലൈഫിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം ലഭിക്കുന്നത്. രംഗരായ ശക്തിവേൽ നായക്കർ എന്നാണ് ചിത്രത്തിൽ കമൽ ഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ AR റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിക്കുന്നുണ്ട്. നേരത്തെ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാൽ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രാഹകനായ രവി K ചന്ദ്രനാണ് പുതിയ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. വിക്രമിനു വേണ്ടി കമലുമായി സഹകരിച്ച അൻപറിവ് മാസ്റ്റേഴ്സിനെയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടാക്കീസ്, റെഡ് ജൈന്റ് മൂവീസ് എന്നീ ബാനറുകളിൽ കമൽ ഹാസൻ, മണിരത്നം, R മഹേന്ദ്രൻ, ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. എന്തായാലും ചിത്രത്തിന്റെ വരുന്ന അപ്ഡേറ്റുകളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ കമൽ ഹാസന്റെ വൺ മാൻ ഷോ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.